ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്രിസ്മസിൻ്റെ ആശംസകൾ കേട്ടോ, വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ക്രിസ്മസ് ആഘോഷിക്കാം അല്ലേ. കൊല്ലത്തിലൊരിക്കലാണല്ലോ ക്രിസ്മസ് വരുന്നത്, അതുകൊണ്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് ക്രിസ്മസ് ആഘോഷിക്കണം. ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, മുട്ട കഴിക്കുന്നത് അപകടകാരിയാണോ എന്ന് ഉള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. എന്താണെന്നോ, ഞാൻ എല്ലാ വീഡിയോയിലും മുട്ട കഴിക്കും എന്ന് പറയുമല്ലോ. അപ്പോൾ എല്ലാവരും പറയും, മാഡം മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, കൊളസ്ട്രോൾ വന്ന് ചാവും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഒത്തിരി കാണാറുണ്ട്. അപ്പോൾ ഇന്ന് മുട്ടയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സ്ട്രൈക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എല്ലാവർക്കും അറിയുന്ന പോലെ നിറയെ പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ സെലേനിയം, B12, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി തുടങ്ങി ഒത്തിരി വൈറ്റമിൻസും മിനറൽസും മുട്ടയിലടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റിനും നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്നതിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ബ്രെയിൻ ഹെൽത്തിനും എന്നു വേണ്ട എല്ലാ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ വൈറ്റമിൻസും മിനറൽസും മുട്ടയിൽ നിന്ന് കിട്ടും കേട്ടോ. എല്ലാ ദിവസവും നമുക്കൊരു മുട്ട കഴിക്കാം, 1 or 2 മുട്ട കഴിക്കാം. അത് ആർക്കാന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ ഇതാണ് മുട്ടയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, പ്രത്യേകിച്ച് രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ, ഇവരൊക്കെ മുട്ട കഴിക്കുന്നത് എപ്പോഴും മുട്ട പുഴുങ്ങി കഴിക്കണം. അതാണ് ഇപ്പം നമ്മൾ വേറെ രീതിയിൽ ഓംലെറ്റ് ചെയ്യുക, അല്ലെ അതുപോലെ തന്നെ നമ്മൾ ബുൾസൈ ചെയ്യുക, പിന്നെ വേറെ രീതിയിലൊക്കെ ഒത്തിരി ബട്ടറും എണ്ണയും ഇതൊക്കെ ഒഴിച്ച് നമ്മൾ ഈ മുട്ട ഉണ്ടാക്കുമ്പോഴാണ് ഈ മുട്ട അപകടകാരിയാവുന്നത്. ഓക്കെ, കൊളസ്ട്രോൾ ഉള്ളവർക്കും BP ഉള്ളവർക്കും ഒക്കെ മുട്ട കഴിക്കേണ്ടത് പുഴുങ്ങി വേണം മുട്ട കഴിക്കാൻ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ അനാവശ്യമായ ഫാറ്റ് നമ്മൾ ഒഴിവാക്കിയതുപോലെ തന്നെ ഉപ്പ് ഒഴിവാക്കാം. പ്രത്യേകിച്ച് BP ഒക്കെ ഉള്ളവർ, നമ്മളെല്ലാവരും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടാണല്ലേ മുട്ട കഴിക്കുന്നത്. അപ്പോൾ ഈ ഉപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിച്ചേ, അപ്പം നമുക്ക് ആ BP ഉള്ളവർക്കും ആ രോഗങ്ങളുള്ളവർക്കും ഒക്കെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഉപ്പില്ലാതെ, എണ്ണ ഒഴിക്കാതെ, പിന്നെ ഫ്രൈ ചെയ്യാതെ വെറുതെ ഒരു പുഴുങ്ങിയ മുട്ട നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാൻ മടിയുള്ളവർക്ക് ആഴ്ചയിൽ 3 or 4 തീർച്ചയായിട്ടും മുട്ട കഴിച്ചിരിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ മുട്ടയുടെ കൂടെ ഉണ്ടല്ലോ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഇരട്ടി, ഇതിൻ്റെ ഡബിൾ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. മുട്ട നമ്മൾ കഴിക്കുമ്പോൾ സാലഡ്സ് ഇതൊക്കെ നമുക്ക് നല്ല ഗുണം ചെയ്യും. ഒരു കാരണവശാലും എണ്ണ അതും ഇതൊക്കെ ഒഴിച്ച് മുട്ട കഴിക്കരുത്. അതാണ് എനിക്ക് ആദ്യം നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ എണ്ണ ഒഴിച്ച് മുട്ട ഉണ്ടാക്കരുത്, പുഴുങ്ങി തിന്നണം. രോഗികളൊക്കെ ഉപ്പ് ഒഴിവാക്കി മുട്ട കഴിക്കണം, ഗർഭിണികളൊക്കെ കേട്ടോ. അതാണ് ആദ്യത്തേത്. ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന്, ഒരിക്കലും പിന്നെ ചീത്തയായ മുട്ട ഉപയോഗിക്കരുത് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി നമുക്ക് അണുക്കൾ കയറാനും അതുപോലെ തന്നെ വയറിന് പ്രശ്നമാവാനും എല്ലാം ഒരു കാരണമാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നോ, നമ്മൾ മുട്ട വാങ്ങിയിട്ട് നമ്മളത് ഏറ്റവും എളുപ്പം ചീത്ത മുട്ട കൂട്ടത്തിലുണ്ടോയെന്നറിയാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ മുട്ട വെള്ളത്തിലിടുക എന്നുള്ളതാണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കണ മുട്ടയാണെങ്കിൽ അത് ചീത്തയായതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഷെൽസിലൊക്കെ, മുട്ടത്തോടിലൊക്കെ സുഷിരങ്ങളൊക്കെ വലുതായി, പിന്നെ അപ്പോൾ അത് ചീത്ത എന്നാണ്. അപ്പോൾ അതാണ് അത് പൊങ്ങിക്കിടക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിലിടുക, പൊങ്ങിക്കിടക്കണ മുട്ട മാറ്റി വെക്കുക, നല്ല മുട്ട മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അതാണ് ശ്രദ്ധിക്കാനുള്ള അടുത്തൊരു കാര്യം കേട്ടോ. പിന്നെ മുട്ട നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന്, എല്ലാവരും കാണാം ഫ്രിഡ്ജിൻ്റെ ഡോറിൽ മുട്ട വയ്ക്കണത്. ഒരു കാരണവശാലും എത്ര നല്ല മുട്ടയാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ നമ്മൾ വെക്കരുത്, പ്രത്യേകിച്ച് നമ്മൾ അധികം വാങ്ങി സൂക്ഷിക്കുമ്പോൾ. കാരണം എന്താണെന്നോ, ഫ്രിഡ്ജ് നമ്മളെപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ
സംഭവിക്കുന്നത് ഈ തണുപ്പിന് വേരിയേഷൻ ഉണ്ടാവും അല്ലേ. അത് നമ്മുടെ മുട്ട കേടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, മുട്ട കേടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ നിങ്ങൾ മുട്ട വെക്കരുത്. അതാണ് അടുത്തത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, മുട്ട നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴേ നമുക്ക് ഈ ആമസോണിലൊക്കെ മുട്ട സ്റ്റോർ ചെയ്യാനുള്ള ട്രേ കിട്ടും കേട്ടോ. അത് വാങ്ങണം. അത് വാങ്ങി നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആ വേരിയേഷൻ, ആ തണുപ്പിൻ്റെ തണുത്ത എയറിനൊന്നും ആ പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു ട്രേ വാങ്ങി, ആമസോണിൽ മാത്രമല്ല എല്ലായിടത്തും കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ മുട്ട വയ്ക്കാനുള്ള 30 മുട്ട വയ്ക്കാനുള്ള ട്രേ കിട്ടും. ഇത് വാങ്ങി അത് അടച്ച് മുട്ട നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലർ പറയണേക്കാം മുട്ട കഴുകരുതെന്നൊക്കെ. പക്ഷേ മുട്ട കഴുകണം എന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴും നമ്മൾ അധികം മുട്ട വാങ്ങുകയാണെങ്കിൽ അത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം ഈ ട്രേയിൽ നമ്മൾ നിരത്തി വെച്ച് അത് അടച്ച് സേഫായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന ആ തണുപ്പിൻ്റെ വ്യത്യാസം, എയർ സർക്കുലേഷൻ അങ്ങനെയുള്ളതൊന്നും മുട്ടയെ ബാധിക്കില്ല. ഒരു 30 മുട്ടയൊക്കെ നമുക്ക് വാങ്ങി ഈസി ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതാണ് അടുത്ത് എനിക്ക് തരാനുള്ള അഡ്വൈസ് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്, ഈ പച്ചമുട്ട കഴിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. പച്ചമുട്ട ഇപ്പോൾ പിന്നെ യുവാക്കൾക്കൊക്കെ കഴിക്കാൻ, ജിമ്മിലൊക്കെ പോകുന്നവർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ആ സമയം ഗർഭിണികൾ, കുട്ടികൾ, ഒരു പ്രായമായവർ, രോഗികൾ ഇങ്ങനെയുള്ളവരൊന്നും പച്ചമുട്ട കഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഏത് മുട്ടയാണ് മേഡം കഴിക്കേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഏത് മുട്ട വേണമെങ്കിലും കഴിക്കാം. താറാമുട്ട കഴിക്കാം, കോഴിമുട്ട കഴിക്കാം, കാടമുട്ട കഴിക്കാം. കാടമുട്ട കഴിക്കുമ്പോഴൊരു ചിലവർക്ക്, ഒരു 100ൽ ഒരാൾക്കൊക്കെ അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം കാടമുട്ട കഴിക്കുക കേട്ടോ. കോഴിമുട്ടയ്ക്കും അതുപോലെ താറാമുട്ടയ്ക്കൊന്നും വലിയ അലർജി പ്രശ്നങ്ങളൊന്നും ആൾക്കാർക്ക്, അല്ല കോഴിമുട്ടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടയ്ക്ക് അലർജി ഉള്ളവരുണ്ട്. അയ്യോ, മുട്ട ഇട്ട കേക്ക് കഴിച്ചിട്ടടക്കം അലർജി വന്നവർ എനിക്കറിയാം. അപ്പോൾ ഈ അലർജി ഉള്ളവരൊന്നും കഴിക്കരുത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പിന്നെ പ്രായമുള്ളവരും ഗർഭിണികളും അതുപോലെ കുട്ടികളൊക്കെ അല്ലാത്തവർക്ക് 2 മുട്ട വീതം 2 3 മുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കാം. പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുന്ന അവർക്ക്, വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക്, പ്രോട്ടീൻ കുറവുള്ളവർക്ക്. പിന്നെ പ്രോട്ടീൻ മുട്ടയിൽ നിന്ന് മാത്രം കിട്ടാൻ നോക്കരുത് കേട്ടോ. നമുക്ക് ധാരാളം നട്ട്സ് കഴിക്കാം, അതുപോലെ പയറുവർഗ്ഗങ്ങൾ കഴിക്കാം. ഇതെല്ലാം നമുക്ക് ഫൈബർ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കാം. അതും കൂടെ വരുമ്പോഴാണ് ആ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് കിട്ടുള്ളൂ. അപ്പോൾ മുട്ടയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ, എല്ലാവരും അടിച്ചു പൊളിക്കണേ ക്രിസ്മസ് ആയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.